ടി.പി. വധക്കേസ് CBI അന്വേഷിക്കില്ലെന്നറിയിച്ചതോടെ ഇതിനായി നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്ന കാര്യം RMP ചർച്ച ചെയ്യുമെന്ന് കെ രമ. കേസ് CBIയെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ സർക്കാർ ആർജവം കാണിക്കണമെന്നും രമ പറഞ്ഞു. സർക്കാരിന്റെ ഒരു ആർജവം ഈ കാര്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. സർക്കാരിന്റെ ഒരു ഇച്ഛാശക്തിയാണ്ടാണ് ഇത്തരത്തിലുള്ള കേസുകൾ ഏറ്റെടുപ്പിക്കാൻ കഴിയുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കിയതിനു ശേഷമേ അത്തരത്തിൽ എന്താണ് എവിടെയാണ് സംഭവിച്ചതെന്ന് പറയാൻ വേണ്ടി. എന്നാൽ ഒരു കേസ് ഏറ്റെടുക്കില്ലെന്ന കാര്യം പറയാൻ CBI വക്താവിന് അധികാരമില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. എനിക്കറിയില്ല, CBIക്ക് ഇത്തരം കാര്യങ്ങൾ പത്രസമ്മേളനം വിളിച്ചു പറയാൻ ഒരു സ്പോക്സ്മാൻ ഉണ്ടോ? പിന്നെ എങ്ങനെയാ മാധ്യമപ്രവർത്തകർ എങ്ങനെയാ പറയുന്ന? ഹൂ ഈസ് ഹി ടു സേ? അതെ, അങ്ങനെ പറയാൻ ആരാ? ടി.പി. വധക്കേസ് അന്വേഷണം സംബന്ധിച്ച് CBIയെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരനും പ്രതികരിച്ചു. ഈ സാഹചര്യത്തിൽ CBI അന്വേഷണം അനിവാര്യമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ CBI താൽക്കാലികമായി ഇങ്ങനെ പറഞ്ഞാലും അവരുടെ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം കൂടി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഉചിതമാണ്. തുടർ നടപടികൾ സർക്കാർ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. തീരുമാനത്തിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് കിട്ടിയെങ്കിലേ ഒരു പ്രതികരണം ഒരു കൃത്യമായി പറയാൻ കഴിയും. പക്ഷേ നമ്മളുടെ ഒരു ബഹുജന വികാരമുണ്ട് കേരളത്തിൽ. ആ ബഹുജന വികാരം ഈ കേസിൻ്റെ വൈഡർ കോൺസ്പിറസി CBI അന്വേഷിക്കണം എന്ന് തന്നെയാണ്. എന്നാൽ ടി.പി. വധം CBIക്ക് നൽകിയതിലൂടെ CPMനെ വേട്ടയാടുകയായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ പറഞ്ഞു. രാഷ്ട്രീയ പ്രേരിതമായിട്ടായിരുന്നു ചന്ദ്രശേഖരൻ കേസ് CBIക്ക് വിടാൻ UDF സർക്കാർ തീരുമാനമെടുത്തത്. നിലവിലുള്ള നിയമവ്യവസ്ഥയനുസരിച്ച് CBI അന്വേഷണത്തിന് ഉത്തരവിടാൻ സർക്കാരിന് യാതൊരു അധികാരവുമില്ല. CPMനെ വേട്ടയാടുകയായിരുന്നു ലക്ഷ്യം. തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തി നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരാഗ്രഹിച്ചു. ആ രാഷ്ട്രീയ നീക്കമാണ് CBIയുടെ ഈ തീരുമാനത്തോടുകൂടി പൊളിഞ്ഞത്. വിവിധ ബ്യൂറോകളോടൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ.